ഹലോ, അങ്ങനെ ക്രിസ്മസ് വന്നു. അതേ സ്പീഡിൽ തന്നെ തിരിച്ചുപോയി. ഇത്തവണ ക്രിസ്മസിന് ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് നമുക്ക് റെഡിയാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന ആളെ പറ്റി കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയേ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു അധ്യാപികയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് കൊടുക്കുന്ന ആള് ഇപ്പൊ തൽക്കാലം നാട്ടിലില്ല, എബ്രോഡാണ്. ആ റീസന്റെ ഓരോ ടേസ്റ്റും കൃത്യമായിട്ട് അറിയായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നതൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ടീച്ചറിന്റെ ബർത്ത്ഡേ വരുന്നതും അതുപോലെ തന്നെ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് എല്ലാം കൂടി റിലേറ്റഡ് ആക്കി ഒരു ഹാമ്പറാണ് ആൾ നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ പോയി പർച്ചേസ് ചെയ്തു. അത്യാവശ്യം നല്ല ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ ഒരു ഹാമ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി പ്രിയപ്പെട്ട ആൾക്ക് കൊടുക്കുക എന്നതുകൊണ്ട് തന്നെ ആളുടെ ഡെഡിക്കേഷൻ ലെവൽ അത്രത്തോളം വലുതായിരുന്നേ. ബോക്സിന്റെ കളർ സെലക്ട് ചെയ്യുന്ന തൊട്ട് ത്രൂ ഔട്ട് ഓരോ കാര്യങ്ങളിലും ആൾ നമുക്ക് ഒപ്പീനിയൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് സാൻഡേൻ, പിന്നെ ഒരു സ്നോമാനും, പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാമ്പറിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെറ്റർ ആണ്. പിന്നെ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് കൂടി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹാമ്പർ ക്ലോസ് ആക്കി. ലെറ്ററിന്റെയും ഫ്രെയിമിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത പോസ്റ്റിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ദൂരെ നിന്നും ആൾ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരുന്ന ഗിഫ്റ്റ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.